നമസ്കാരം. മ്യൂണിക്കിൽ ഒരു അഫ്ഗാൻ അഭയാർത്ഥി നടത്തിയ ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്നും മുക്തമാകും മുൻപ് തന്നെ യൂറോപ്പിൽ മറ്റൊരു ഭീകരാക്രമണം. ഓസ്ട്രിയൻ നഗരമായ വിലക്കിലാണ് ഒരു സിറിയൻ അഭയാർത്ഥി 14-കാരനെ നടുറോഡിൽ വെച്ച് കുത്തിക്കൊന്നത്. നിരത്തിലൂടെ നടന്നു പോവുകയായിരുന്ന കൗമാരക്കാരനാണ് മരണമടഞ്ഞത്. മറ്റ് 5 പേരെ കൂടി അഭയാർത്ഥി കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. നഗരകേന്ദ്രത്തിലെ പ്രധാന ചത്തുരത്തിനടുത്ത് വെച്ച് വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം നടന്നത്. അക്രമിയെന്ന് സംശയിക്കുന്ന ഒരു 23-കാരനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കുത്തേറ്റ 5 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അറസ്റ്റ് ചെയ്യാൻ സമീപിക്കുന്ന പോലീസുകാർക്ക് നേരെ ചൂണ്ടുവിരൽ ചൂണ്ടി വിഡ്ഢിച്ചിരിയുമായിരിക്കുന്ന അക്രമിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അഹമ്മദ് ജി എന്നാണ് ഇയാളുടെ പേരെന്നും ഓസ്ട്രിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച യൂറോപ്പിൽ അഭയാർത്ഥികളായി എത്തിയവർ നടത്തുന്ന 2ാമത്തെ ആക്രമണമാണിത്. നേരത്തെ ഒരു അഫ്ഗാൻ അഭയാർത്ഥി മ്യൂണിക് നഗരത്തിലെ ഒരു പ്രകടനത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റി 39 പേർക്ക് പരിക്കേൽപ്പിച്ചിരുന്നു. ഇന്നലെ ഓസ്ട്രിയയിൽ നടന്ന ആക്രമണത്തിന് സിറിയയിൽ നിന്ന് തന്നെയുള്ള ഫുഡ് ഡെലിവറി ഡ്രൈവറായ അലാദ്ദീൻ അലാലബി എന്ന 42-കാരനും ദൃക്സാക്ഷിയാണ്. അക്രമി ഓസ്ട്രിയയിലെ ഒരു അഭയാർത്ഥി കേന്ദ്രത്തിൽ താമസിക്കുന്ന വ്യക്തിയാണെന്നാണ് അധികൃതർ പറയുന്നത്. സംഭവത്തിൽ ദൃക്സാക്ഷിയായ അലാദ്ദീൻ അക്രമിക്ക് തന്റെ വാഹനം ഓടിച്ചെത്തുകയും സംഭവം കൂടുതൽ ഗുരുതരമാകാതെ നോക്കുകയും ചെയ്തുവെന്നും പോലീസ് വക്താവ് അറിയിച്ചു. അക്രമി അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത് കേട്ടതായും ചില ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇയാൾ ഒറ്റയ്ക്കാണോ ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന കാര്യം വ്യക്തമായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. കൊലയ്ക്ക് പിന്നിലുള്ള ഉദ്ദേശവും വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞ പോലീസ് ഇതൊരു ഭീകരാക്രമണമാണോ എന്ന കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. അക്രമി എന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ പശ്ചാത്തലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. ബഷർ അസദിന്റെ ഭരണം ഇല്ലാതായതോടെ സിറിയയിലെ രാഷ്ട്രീയ സാഹചര്യം അവ്യക്തമായെന്നും ഇതോടെ സിറിയയിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ അപേക്ഷകൾ പരിഗണിക്കുന്നത് താൽക്കാലികമായി നിർത്തലാക്കുകയാണെന്നും ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ അറിയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളാണോ ആക്രമണത്തിന് പിന്നിലെന്ന് അന്വേഷണത്തിനൊടുവിൽ മാത്രമാണ് മനസ്സിലാവുക.